ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഹിസ്റ്ററിയുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്ലസ് ടു എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ വൈസ് വീഡിയോസ്, ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ 1 മാർക്ക് ക്വസ്റ്റൻസ് എല്ലാം നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ. നേരെ വീഡിയോയിലേക്ക്. First question, explain the town planning system existed in Mohenjo-daro. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മൊഹൻജദാരോയിൽ നിലനിന്നിരുന്ന നഗരാസൂത്രണ സംവിധാനം വിശദമാക്കാൻ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിറ്റാഡല്, ലോവർ ടൗണ്, ഡ്രെയിനേജ് സിസ്റ്റം, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൗര്യൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഇതും 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. മൗര്യന്റെ ഭരണ സംവിധാനത്തിന്റെ പ്രധാന സവിശേഷതകൾ വിശദമാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സോഴ്സസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 5 പൊളിറ്റിക്കൽ സെന്റേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, അശോകാസ് ഡാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചെഴുതണം. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എലമെന്റ്സ് ടു ബി കൺസിഡേർഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ് വൈൽ അനലൈസിംഗ് ടെക്സ്റ്റ് ലൈക്ക് മഹാഭാരത, എക്സ്പ്ലെയിൻ. ഇത് 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. മഹാഭാരത പോലൊരു ടെക്സ്റ്റ് വിശകലനം ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർ എന്തെല്ലാം ഘടകങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റൂൾസ് ഓഫ് മാരേജ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ മഹാഭാരത. മഹാഭാരത കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിവാഹ നിയമങ്ങൾ എന്തെല്ലാമാണെന്നും എഴുതാനും ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ്, ബ്രിങ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മഹായാന ബുദ്ധിസം ആൻഡ് ഇവാലുവേറ്റ് ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. അതായത് മഹായാന ബുദ്ധിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ബുദ്ധയുടെ ടീച്ചിങ്സിനെ പറ്റിയും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക, ഇമ്പോർട്ടൻസ് ആൻഡ് ഫീച്ചേഴ്സ്. അതായത് കർണാടകയിലെ വീരശൈവ ട്രഡീഷനെ പറ്റി എഴുതണം. അതിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അവയുടെ സവിശേഷതയും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഗോപുരംസ്, മണ്ഡപാസ്, ഫോർട്ടിഫിക്കേഷൻസ് ആൻഡ് റോഡ്സ് ഇൻ ദ വിജയനഗര പീരീഡ്. വിജയനഗര കാലഘട്ടത്തിലെ ഗോപുരങ്ങള്, മണ്ഡപങ്ങള്, അതുപോലെ കോട്ടകൾ, റോഡുകൾ എന്നിവയുടെ പ്രാധാന്യവും സവിശേഷതകളും വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിന്റ്സ്. അതായത് മുഗൾ ഭരണത്തിന്റെ സവിശേഷതകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ റിക്രൂട്ട്മെന്റ് ഓഫ് മുഗൾ നൊബിലിറ്റി, മുഗൾ പ്രഭുക്കന്മാരുടെ റിക്രൂട്ട്മെന്റ്, അതുപോലെ മൻസബ്ദാരി സിസ്റ്റം, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വേണം വിശദമാക്കാൻ. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1857? എന്തുകൊണ്ടാണ് 1857 ബ്രിട്ടീഷുകാർക്കെതിരെ വിവിധ വിഭാഗം ജനങ്ങള് കലാപം നടത്തിയത്? അപ്പൊ അതും 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അവിടെ കലാപങ്ങളുടെ നേതാക്കൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന റൂമേഴ്സ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അവധ് ഇൻ റിവോൾട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വേണം ഇത് വിശദമാക്കേണ്ടത്. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ മേജർ സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി ഫോർ ഇന്ത്യാസ് ഫ്രീഡം. ഇതും 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി നടത്തിയ പ്രധാന പോരാട്ടങ്ങൾ വിശദമാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ തന്നെ സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ തുടങ്ങിയ എല്ലാം ഉൾപ്പെടുത്തി വേണം
വിശദമാക്കേണ്ടത്. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നന്നായി പഠിച്ചിരിക്കണം. ഈ 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് ജെയിൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.